നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിലൊരു 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്, ഫ്ലൈറ്റ് മാറി കയറണം. പക്ഷേ അവിടെ ആയിരിക്കും ഇമിഗ്രേഷൻ, കാരണം ഇത് ഡൊമസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഡൽഹിയിലാണ് ഇമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ നേരെ എത്യോപ്യൻ എയർലൈൻസിൽ കയറിയിട്ട് അഡീസ് അബാബയിലോട്ട് പോകും. അഡീസ് അബാബ എന്ന് പറയുന്നത് നമ്മുടെ എത്യോപ്യയുടെ ക്യാപിറ്റലാണ്. അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ലേ ഓവർ, അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ബ്രസീൽ സാവപ്പോളോ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും മാറി കയറേണ്ട, സെയിം ഫ്ലൈറ്റ് തന്നെ, അതിനകത്ത് ഇരുന്നാൽ മതി. അതിനുശേഷം ബ്യൂണസ് എയർസിലോട്ട് ഫ്ലൈറ്റ് പോകും. അപ്പോൾ ബ്യൂണസ് എയർസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അർജന്റീനയുടെ ക്യാപിറ്റൽ. നമ്മൾ സ്റ്റേ എടുത്തേക്കണൊക്കെ അവിടെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം അവിടെയൊക്കെ കറങ്ങി പിറ്റേ ദിവസം നമ്മൾ അർജന്റീനയുടെ സൗത്ത് ഭാഗത്താണ് ഉഷുവായ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ അന്റാർട്ടിക്കൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാനൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ റൂട്ട് വരുന്നത്. ഇതേപോലെ ഞാൻ തിരിച്ചും വരും. അന്റാർട്ടിക്ക കണ്ടിട്ട് നേരെ ഉഷുവായിലേക്ക് വരുന്നു. ഉഷുവായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ബ്യൂണസ് എയർസിലേക്ക് വരുന്നു. ബ്യൂണസ് എയർസിൽ നിന്ന് നേരെ അഡീസ് അബാബ, എത്യോപ്യ. അതിനുശേഷം നേരെ ഡൽഹിയിൽ നിന്ന് പിന്നെ കൊച്ചി. ഇപ്പോൾ പോകണം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തിരിച്ചും വന്നത്. എല്ലാം സെയിം PNR, ഒറ്റ PNRലാണ് ഇതൊക്കെ അപ്പ് ആൻഡ് ഡൗണാണ് ബുക്ക് ചെയ്തേക്കണം. ഈ ഒരു ഫ്ലൈറ്റിന് 2.5 ലക്ഷം രൂപ വേണ്ട, 2,20,000 രൂപയാണ് ഞാൻ കൊടുത്ത ചാർജ്. നല്ല റേറ്റാണ് അപ്പ് ആൻഡ് ഡൗൺ കേട്ടോ.